യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സെറിൻ സാറാ ബാബു. ഞാൻ എറണാകുളം ജില്ലയിലെ കോതമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. എനിക്ക് ഇവിടുന്ന് കൃപാസന മാതാവും ദേവകുമാരനും തന്ന അനുഗ്രഹങ്ങൾ പറയാനായിട്ടാണ് ഞാൻ ഇന്ന് ഈ അൾത്താരയിൽ വന്നിരിക്കുന്നത്. ഞാൻ ജർമ്മനിക്ക് നാളെ പോകുകയാണ്. എനിക്ക് എന്താ പറയേണ്ടതെന്നറിയില്ല, വളരെയധികം സന്തോഷവും കാര്യങ്ങളുമായിട്ടാണ് ഞാനിപ്പോൾ ഇന്നിവിടെ നിൽക്കുന്നത്. 2022 മാർച്ചിലാണ് ഞാൻ വന്ന് ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുമ്പോൾ അതിനകത്ത് ഞാൻ ജർമ്മനിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എഴുതിയായിരുന്നു. അപ്പോൾ അതിനുള്ള പൈസയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ ഫാദറിനോട് പറഞ്ഞു, അപ്പോൾ എനിക്കിങ്ങനെ ജർമ്മനിക്ക് പഠിക്കാൻ വേണ്ടി പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. എനിക്ക് പപ്പ പൈസ തന്നു. ഞാൻ അങ്ങനെ ജർമ്മൻ പഠിക്കാൻ വേണ്ടി പോയി. ഫസ്റ്റ് വട്ടം ഞാൻ എക്സാം എഴുതി, എനിക്ക് ഒന്നും കിട്ടിയില്ല. ഞാൻ രണ്ടാമത് വന്ന് ഇവിടെ അച്ഛനെ വന്ന് കണ്ട് ഞാൻ പ്രാർത്ഥനയോടുകൂടി തന്നെ ഞാൻ എക്സാം എഴുതി. എനിക്ക് ഒരു മൊഡ്യൂൾ കിട്ടി. അമ്മ മാതാവ് അനുഗ്രഹിച്ചു. രണ്ടാമതും ഇതുപോലെ തന്നെ ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്ത് എഴുതിയപ്പോൾ വീണ്ടും അച്ഛനെ വന്ന് ഞാൻ കണ്ട് അനുഗ്രഹം മേടിച്ച് ഞാൻ പോയപ്പോൾ അവിടെ നിന്ന് എനിക്ക് മാതാവ് അടുത്ത പേപ്പറുകളെല്ലാം നൽകി അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വിസയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തു. വിസയ്ക്ക് വേണ്ടി കൊടുത്തപ്പോൾ ഞാൻ ലാസ്റ്റ് എക്സാം എഴുതിയതിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കൊടുത്തപ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടിയത് റിജക്ഷനാണ്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒരു 10-20 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ വിസയ്ക്ക് ഡേറ്റ് എടുത്ത് കൊടുത്തു. അപ്പോൾ ഞാൻ അവിടെ അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അച്ഛനോട് ഞാൻ ചോദിച്ചപ്പോൾ അച്ഛൻ ടാറ്റ ബൈ ബൈ നീ പൊക്കോന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് വളരെയധികം സന്തോഷമായി. കാരണം അച്ഛൻ പറഞ്ഞല്ലോ എന്നോട് പൊക്കോളാനായിട്ട്. അപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് വിസ കിട്ടുമെന്ന്. അങ്ങനെ എനിക്ക് വിസ കിട്ടി. ഞാനപ്പോൾ 4-ാം തീയതി ജർമ്മനിക്ക് ഞാൻ പോവുകയാണ്. പിന്നെ പിന്നെ അതുകൂടാണ്ട് ഞാൻ ഡ്യൂട്ടി ടൈമിങ്ങിൽ കിടന്നുറങ്ങുമായിരുന്നു. ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റിംഗ് ടൈം ഉണ്ട്. അപ്പം ഞാൻ നേഴ്സാണ്. അപ്പം ഞാൻ ഡ്യൂട്ടി ടൈമിൽ കിടന്നുറങ്ങുമായിരുന്നു. ഉറങ്ങുന്ന സമയത്ത് എന്നെ പാസ്പോർട്ട് ഓഫീസിൽ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് തന്നെ വിളിക്കുവാണ്, നിങ്ങളുടെ പാസ്പോർട്ട് ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് മേടിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് നോക്കണത് എൻ്റെ റിജക്ഷൻ്റെ പേപ്പറാണ് നോക്കിക്കൊണ്ടിരിക്കണത്. അപ്പോൾ പെട്ടെന്ന് ഒരു മാതാവ് ഇങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് വന്ന് നിന്നിട്ട് ആ പാസ്പോർട്ട് തുറന്നിട്ട് ദേ നിനക്ക് വിസ അടിച്ച് കിട്ടിയേക്കണമെന്നുള്ള രീതിയിലാണ് ഞാൻ സ്വപ്നം കാണുന്നത്. പിന്നെ അതുകൂടാണ്ട് ഞാൻ ഉടമ്പടിയിൽ 6ാമതായിട്ട് എൻ്റെ കുട്ടിക്ക് ജനിച്ചപ്പോൾ മുതൽ സ്കിൻ പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് 6-7 ഡോക്ടേഴ്സിനെ കാണിച്ചെങ്കിലും ആ സ്കിൻ പ്രോബ്ലം മാറിയില്ലായിരുന്നു. ഇവിടുന്ന് കിട്ടിയ തൈലം ഞാൻ കൊണ്ടുപോയി എൻ്റെ കുട്ടിയുടെ ദേഹത്ത് ഞാൻ എന്നും വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ പറ്റുമായിരുന്നു. അതുമൂലം എൻ്റെ കൊച്ചിന് രോഗസൗഖ്യം ലഭിച്ചു. അതുകൂടാണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ ദുബായിലായിരുന്നു. വിസിറ്റിംഗ് വിസയ്ക്കാണ് പോയത്. വിസിറ്റിംഗ് വിസ തീരാൻ എങ്ങാണ്ട് 2 ആഴ്ച ഉള്ളപ്പോൾ എങ്ങാണ്ട് വീട്ടിലിങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു വിസിറ്റിംഗ് വിസ തീരാറായി, ഇനി പുതുക്കി എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഈ മെയ് 15-ാം തീയതിക്ക് മുമ്പായിട്ട് ചേട്ടായിക്ക് ഒരു ജോലി കിട്ടും. മെയ് 13-ാം തീയതി ചേട്ടായിക്ക് ഒരു ജോലി കിട്ടി. അതായത് വിസിറ്റിംഗ് വിസയുടെ ഡേറ്റ് പുതുക്കണതിന് 3 ദിവസം മുമ്പ് തന്നെ ചേട്ടായിക്ക് അവിടെ ജോലി കിട്ടി ദുബായിൽ. അമ്മ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1 കോടി നന്ദി പറയുന്നു ഞാൻ ഈ നിമിഷം. ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ഇവിടുന്ന് പത്രം മേടിച്ച് കൊണ്ടുപോയി കൊടുക്കും. പിന്നെ അതുകൂടാണ്ട് ജർമ്മൻ ലാംഗ്വേജാണ് ഞാൻ പഠിച്ചത് കൊണ്ട് ഞാൻ നിൽക്കുന്ന ഹോസ്റ്റലിലെ പിള്ളേർക്ക് ജർമ്മൻ്റെ പത്രം മേടിച്ച് കൊടുക്കും. ഞാൻ ഹിന്ദി പത്രം മേടിച്ച് ഞങ്ങളുടെ അവിടെയുള്ള ഭായിമാർക്ക് കൊടുക്കും. മലയാളം പത്രം മേടിച്ച് ഞാൻ അവിടെയുള്ള ഹോസ്പിറ്റലുകളിലെല്ലാം ഞാൻ കൊടുക്കും. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഓൾഡ് ഏജ് ഹോമിൽ പോയി ഞാൻ ശുശ്രൂഷ ചെയ്യാറുണ്ട്. പറ്റുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഹബക്കുക്കിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ജനതകളോട് നിങ്ങൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത പ്രവർത്തികൾ നിങ്ങളുടെ ഇടയിൽ ഞാൻ ചെയ്യാൻ പോകുന്നുവെന്ന് തിരുവചനം അരുളി ചെയ്യുന്നു. തനിക്ക് തൻ്റെ ജർമ്മനിയിലേക്ക് തനിക്ക് പോകുന്നതിനുള്ള സാധ്യതകൾ തെളിയുകയും അത് തനിക്ക് അപ്രാപ്യമായിരുന്ന ഒരു കാര്യമായിരുന്നു. എന്നാൽ അതിനു വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ വന്ന് കാണുന്നു. തനിക്ക് എങ്ങനെയായിരുന്നു എക്സാമിൻ്റെ അവസരങ്ങളിലൊക്കെ എന്നും പിന്നീട്
ഓരോ മോഡ്യൂൾസ് കിട്ടുന്നതും അതിന് തനിക്ക് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ പരീക്ഷാ സമയങ്ങളിലൊക്കെ ഓരോ പ്രാവശ്യവും ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ പിന്നീട് നീ പൊയ്ക്കോ എന്ന് പറയുകയാണെന്നാണ് ഈ മകൾ പങ്കുവെച്ചത്. അതിനുശേഷമാണ് തനിക്ക് തൻ്റെ വിസ പരിശുദ്ധ അമ്മ തന്നെ വിളിച്ച് തനിക്ക് തരുന്നതായിട്ട് ഈ മകൾക്കൊരു സ്വപ്നവും ഉണ്ടാകുന്നു. അപ്പോൾ ഉടനെ തന്നെ പിന്നീട് തനിക്ക് വിസ ലഭിക്കുന്നതിനുള്ള സാധ്യതകളുണ്ടായി എന്നൊക്കെ ഈ മകൾ പറയുമ്പോൾ ജീവിതത്തിൽ നമുക്ക് നാം അപ്രാപ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ ഉടമ്പടിയിൽ നിയോഗങ്ങളായിട്ട് വയ്ക്കുകയും അതിനു വേണ്ടിയിട്ടാണ് നാം ഉടമ്പടി ജീവിതത്തിൽ കൂടുതലായിട്ട് നിയോഗങ്ങളിൽ വെക്കേണ്ടതെന്ന് നാം കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തനിക്കൊരു വിദേശത്തൊരു ജോലി അത് തനിക്ക് സ്വപ്നം മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞ് നന്ദിയോടെ നിൽക്കുന്നു. അതുപോലെ തന്നെ തൻ്റെ കുഞ്ഞിന് രോഗസൗഖ്യം, ദേഹം മുഴുവൻ വ്രണങ്ങൾ പോലെ വന്ന് അതൊരിക്കലും മാറില്ലായിരുന്നു. എന്നാൽ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുന്നു. അതിനൊക്കെ എങ്ങനെയാണ് സൗഖ്യം ലഭിച്ചത്? അങ്ങനെ തൻ്റെ കുടുംബത്തിലേക്ക് പിന്നീട് തൻ്റെ ബന്ധുക്കൾക്കും ഒക്കെ കിട്ടിയ കൃപകളൊക്കെ ഈ മകൾ പറയുന്നുണ്ട്. താൻ എങ്ങനെയാണ് കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനം, അതിന് ഒത്തിരിയേറെ പ്രാധാന്യമുണ്ട്. ഈ കാരുണ്യ പ്രവർത്തനങ്ങൾക്കും പ്രേക്ഷിത പ്രവർത്തനത്തിനും അതിനുവേണ്ടി നാം എടുക്കുന്ന ഒരു എഫേർട്ടുണ്ട്. അതാണ് നമ്മെ വ്യത്യസ്തരാക്കി തീർക്കുന്നത്. നാം അതായത് ഉടമ്പടി എടുത്തു ഇനി എല്ലാം നടന്നുകൊള്ളുമെന്നുള്ള ഒരവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഉടമ്പടി ജീവിതത്തിൽ നാം കർത്താവിനാണ് വാക്ക് കൊടുത്തത്, അമ്മയാണ് നമുക്ക് മധ്യസ്ഥയായിട്ടുള്ളത്. അപ്പോഴാ ഒരു വാക്കിനോട് വിശ്വസ്തമായിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ് നമുക്ക് ഉടമ്പടിയിൽ കൃപകൾ ലഭിക്കുക. തടസ്സങ്ങളൊക്കെ നമുക്കുണ്ടാകും. ആ തടസ്സങ്ങൾ നമുക്ക് കർത്താവിലേക്ക് അടുക്കുന്നതിനുള്ള ഗോവണിപ്പടിയായിട്ട് വേണം നാം കാണുവാൻ. ഓരോ തടസ്സങ്ങളും തരണം ചെയ്യാൻ നമ്മെ സഹായിക്കുന്നത് ഉടമ്പടിയുടെ വിശ്വസ്തമായിട്ടുള്ള ഒരു ജീവിതമാണ്. അപ്പോൾ ഈ കരങ്ങളടിച്ച് ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ നന്മകൾക്കും നമുക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.